ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് അശ്വിൻ ഇങ്ങനെ പൊട്ടിയതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇങ്ങനെ വളരെ ഒരു ചെറിയ ചില്ലിങ് കഷ്ണം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ അത് കൈ വെച്ച് വലിച്ച് കളയാണ്. അതിനുശേഷം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് പഞ്ഞൊക്കെ എടുത്തിട്ട് ബ്ലഡൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ കെട്ടി കൊടുക്കുന്ന സമയത്തൊക്കെ ശ്രുതി ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് അശ്വിനെ നോക്കുകയാണ് കേട്ടോ. നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് അശ്വിനെ കൈയൊക്കെ കെട്ടി കൊടുക്കുന്നത്. അതിനുശേഷം അവർ വീണ്ടും യാത്രയാവാണ്. ഇതേ സമയം വീട്ടിൽ അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകാശിനും പ്രീതിക്കും വേണ്ടിയിട്ട് ബെഡ്റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പ്രീതിനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകും. ഇത് കാണുമ്പോൾ പ്രീതിക്ക് സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് ആകാശ് അവിടേക്ക് വരുമ്പോൾ വേണ്ട, എന്നോട് മിണ്ടാൻ വരണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഐ ആം സോറി പ്രീതി, ഇന്നിവിടെ സംഭവിച്ചതിനെല്ലാം ഞാൻ പ്രീതിയോട് സോറി പറയാണ്. അന്ന് പ്രീതി എന്നോട് ഇതെല്ലാം തുറന്നു പറയാൻ പറഞ്ഞതാണ്, പക്ഷേ ഞാനത് പറഞ്ഞില്ല. പക്ഷെ ഞാനിത് അമ്മനോട് പറയാനായിട്ട് പോയതായിരുന്നു. അപ്പോഴേക്കാണ് ഇവിടെ ഇതൊക്കെ സംഭവിച്ചത്. സോറി പ്രീതി എന്ന് പറയാൻ കേട്ടോ. പ്രീതി പറയുന്നുണ്ട്, അപ്പോൾ ഞാനന്ന് പറഞ്ഞതല്ലേ എല്ലാതും ഇവിടെ തുറന്ന് പറയണമെന്ന്. അപ്പോൾ ആകാശ് പറയും, സോറി, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവിക്കില്ല, ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവാനായിട്ട് ഞാൻ അനുവദിക്കില്ല. പ്രീതിക്ക് ഈ വീട്ടിലൊരു വിഷമവും സംഭവിക്കില്ല. ഞാനാണ് പ്രീതിക്ക് വാക്ക് തരുന്നത്. എന്നോട് പിണക്കം മാറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആകാശ്. ഇനി നമ്മൾ തമ്മിൽ പരസ്പരം അറിയാത്തൊരു കാര്യവും ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണ് ശ്രുതിയും ശ്യാമും തമ്മിലുള്ള എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ കാര്യം ആകാശിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കുറ്റബോധം പ്രീതിയുടെ മനസ്സിലുണ്ട്. എങ്കിലും പ്രീതി അത് മറച്ചു വയ്ക്കുക തന്നെ ചെയ്യാണ് കേട്ടോ. ഇതേ സമയം പ്രമീളാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അമ്മായി വന്ന് പറയും, സാറില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ പ്രമീള പറയുന്നുണ്ട്, ഈ കല്യാണത്തിന് മുമ്പേ ഇതാണ് പ്രീതിമോളുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവസ്ഥ, എനിക്കത് ചിന്തിക്കാനേ കഴിയില്ല എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നത് ശരിയാണ് എഴുതി, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ദൈവം വിധിച്ചിട്ടില്ലേ, ഇനി ഈ കല്യാണം കൂടെ നടന്നിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പ്രമീള പറയാണ്, ഈ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ മോള് പിന്നെ ജീവിച്ചിരിക്കില്ല, എൻ്റെ മോള് പോയി കഴിഞ്ഞാൽ ഞാനും കൂടെ പോകും എന്നൊക്കെ പ്രമീള പറഞ്ഞ് കരഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആകാശ് വരികയാണ് കേട്ടോ. അമ്മക്ക് അറിയരുത് അമ്മ എന്നോട് ക്ഷമിക്ക്, ഇന്നിവിടെ സംഭവിച്ചതിനെല്ലാനും അമ്മായിനോടും അമ്മനോടും ഞാൻ മാപ്പ് പറയാണ്. പ്രീതി എന്നോട് പറഞ്ഞതാണ് എല്ലാതും പറയാൻ, പക്ഷേ ഞാനത് പറയാൻ വന്നപ്പോഴേക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു, മാപ്പ് അമ്മയെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, പ്രീതിക്ക് നീ വീട്ടിൽ എന്ത് സമാധാനം ഉണ്ട് മോനെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആകാശ് പറയണം, അമ്മ വിഷമിക്കേണ്ട, ഇന്ന് സംഭവിച്ചതെല്ലാം മറന്നേക്കി, ഇനി ഞാൻ ജീവനോടുള്ളോളത്തോളം കാലം പ്രീതിക്ക് ഒരു ആപത്തും സംഭവിക്കില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അമ്മായും പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ മോനെ, അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ആകാശ് പറയും, ശരിയാണ് അമ്മ അങ്ങനെയാണ്, അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്, ഇനി ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷെ ഞാനില്ലേ, പിന്നെ ഏട്ടനാണ് ഈ കല്യാണം മുൻകൈ എടുത്ത് നടത്തുന്നത്. ഇവിടെ അവസാന വാക്ക് ഏട്ടൻ്റെയാണ്. ഏട്ടൻ പറയുന്നത് വിട്ട് അമ്മ പോലും ഒന്നും ചെയ്യൂല. അതുകൊണ്ട് അമ്മയും ഒരിക്കലും വിഷമിക്കരുത്. പ്രീതി ഈ വീട്ടിലൊരിക്കലും വേദനിക്കില്ല എന്ന് ഞാൻ വാക്ക് തരികയാണ് അമ്മയെന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ടുകൊണ്ട് പ്രീതി അവിടേക്ക് വരികയാണ്. അപ്പോൾ പ്രേമികളെ പറയാണ്, മോൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വാസമാണ് മോനെ എന്ന് പറയട്ടോ. അപ്പോൾ അഞ്ജലി അവിടേക്ക് വരുമ്പോൾ ആകാശിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവും കേട്ടോ. അങ്ങനെ ആകാശ് അമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ പ്രീതി അത് നോക്കി നിന്ന് സന്തോഷിക്കുന്നുണ്ട്. അതിന് ശേഷം പ്രീതി അമ്മായിയുടെ അടുത്തേക്ക് വരും. അമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് പറയാൻ കേട്ടോ. മോളെ, എന്തായാലും നടന്നതൊക്കെ നടന്നു, ആകാശമോനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആകാശമോൻ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിനൊരു ആശ്വാസമായി എന്ന് പറയുമ്പോൾ അമ്മായി പറഞ്ഞാണ്, മനോരമയുടെ വൃത്തി കേട്ട വർത്തമാനങ്ങൾ കേട്ട് ആകെ വേദനിച്ച് നിൽക്കായിരുന്നു. എന്തായാലും ആ മോൻ വന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. എന്തായാലും ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും ശ്രുതിമോള് വരുമ്പോൾ പറയണ്ട, അവൾക്കും കൂടെ ഒരു നല്ല ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായില്ലേ എന്ന് പറയുമ്പോൾ അവൾക്കും നല്ലൊരു ജീവിതം തന്നെ കിട്ടും, അവൾ അത്രയും നമുക്ക് വേണ്ടി ഓടി നടക്കുന്നില്ലേ അമ്മേ എന്നൊക്കെ പറയും. ഈ ഇന്ന് നടന്നതൊന്നും ശ്രുതിനെ അറിയിക്കേണ്ടെന്നും കൂടെ പറയുന്നുണ്ട്. ഇതേ സമയം ശ്യാമനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ, അഞ്ജലി മോളെ ശ്രുതി വന്നില്ലല്ലോ ഇതുവരെ എന്ന് പറയുകയാണെ. ശ്രുതി വരും, എനിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരെ വണ്ടി ഒന്ന് ചെറുതായിട്ട് ആക്സിഡൻ്റ് ആയി, അപ്പോൾ അതുകൊണ്ട് വണ്ടി ശരിയാക്കിയിട്ടേ വരുള്ളൂ. അപ്പോൾ മുത്തശ്ശി പറയും, ഇതൊക്കെ അവർ രണ്ടുപേരും കൂടെ നടത്തുന്ന അടവുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്നത് ആരും അറിയില്ല എന്ന് വിചാരിക്കുകയാണ്. അവർ തല്ല് പിടിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ. ആദ്യം ശ്രുതി പോയി, അതിനുശേഷം കുഞ്ഞും പോയി, ഇതിപ്പോൾ ശ്രുതിനെയും കൊണ്ട് കുഞ്ഞും വരുന്നുണ്ടെന്ന് എനിക്ക് വിളിച്ച് പറഞ്ഞു. ഇതിലെന്തോ ഒരു കള്ളത്തരുണ്ട് എന്നൊക്കെ അഞ്ജലി പറയാണ് കേട്ടോ. അപ്പം അഞ്ജലി പറയുന്നത് കേട്ടിട്ട് ശ്യാമിനാക്ക് ദേഷ്യം വരാൻ കേട്ടോ. അശ്വിനും ശ്രുതിയും തമ്മിൽ പ്രണയമാണോ എന്നുള്ളൊരു കാര്യത്തിൽ ശ്യാമിനും സംശയം തോന്നി തുടങ്ങി.
അങ്ങനെ വീട്ടിലെത്തിയിട്ട് അശ്വിനും ശ്രുതിയും അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇറങ്ങാതിരിക്കുന്ന കാണുമ്പോൾ അശ്വിൻ പറയാണ് വീടെത്തി നീ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ അശ്വിൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് നേരം അശ്വിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനൊന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോളാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെന്ന് പറഞ്ഞാൽ വേഗം തന്നെ ഇറങ്ങി വീട്ടിലേക്ക് കയറിപ്പോകാണ്. ഈ സമയത്ത് വീണ്ടും അഞ്ജലിനോട് ശ്യാമ വന്നിട്ട് ചോദിക്കുകയാണ്, അഞ്ജലി മോളെ ശ്രുതി വന്നില്ലല്ലോ, അവൾ വന്നോളും, ശ്യാമയുടെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്യാമ ഒന്നും മിണ്ടാതെ പോയിട്ട് വീണ്ടും ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോഴേക്കും ഇതേ അഞ്ജലി മോളെ ശ്രുതി എത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ അടുത്തേക്ക് പ്രീതി വരികയാണ്. എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, എൻ്റെ ചെരുപ്പ് പൊട്ടി, അപ്പോൾ കൈ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പ്രീതി. കൈക്ക് എന്ന് പറ്റി? അത് മുറിഞ്ഞതാണ് ചേച്ചി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അഞ്ജലി വന്നിട്ട് എന്താ പറ്റിയ ശ്രുതി, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണേ. വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു കൊടുക്കുക അഞ്ജലി മോളെ എന്ന് ശ്യാമ പറയുന്നുണ്ട് കേട്ടോ. ശ്യാമ പറയണത് ശ്രുതിയും പ്രീതിയൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ശരി സാമേട്ടാ, ഞാനത് ചെയ്യാം, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അഞ്ജലി വീണ്ടും ചോദിക്കുകയാണില്ല. ഇല്ല അഞ്ജലി മേഡം, ഒരു കുഴപ്പമില്ല, മോളെ റൂമിലേക്ക് പൊക്കോളാൻ പറയും. അങ്ങനെ ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ അഞ്ജലിയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജലി എന്നോട് ശ്രുതി പറഞ്ഞു ഞാനിപ്പോൾ വരാം മേഡം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയല്ല ശ്രുതി പുറത്തേക്ക് പോകുന്ന സമയത്താണ് അവിടേക്ക് അശ്വിൻ വരുന്നത് കേട്ടോ. അശ്വിൻ്റെ കയ്യിലൊരു കവറും ഉണ്ട്. അങ്ങനെ രണ്ടുപേരും കൂട്ടിമുട്ടുമ്പോൾ ശ്യാമല്ല അശ്വിൻ ചോദിക്കുകയാണ് ശ്രുതിയോട്, അറിയോ ഓക്കെ ശ്രുതി, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ആണെന്ന് അങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് എനിക്ക് വരികയാണ്. എന്താ ശ്രുതി കുട്ടാ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിത്തിങ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ പറയും ഇല്ല, ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയും കേട്ടോ. എന്താ അല്ല അറിയോ ഓക്കെ എന്നൊക്കെ ശ്രുതിക്കുട്ടിയോട് ചോദിക്കുന്നത് കേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല, എനിക്ക് ലീവ് മീ അലോൺ, എനിക്ക് വേഗം തന്നെ പൂജയ്ക്ക് ചെന്നിരിക്കുക, അവിടെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ വേഗം തന്നെ ഒഴിവാക്കാണ് കേട്ടോ അശ്വിൻ. സമയത്ത് ശ്രുതി അങ്ങനെ അകത്തേക്ക് പോകും. അകത്തേക്ക് ചെന്ന് മുഖമൊക്കെ വാഷ് ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു കവർ ഇരിക്കുന്നതാണ് കേട്ടോ. ശ്രുതികുമാരി ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ഒരു പേപ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ശ്രുതി ആ ഒരു കവർ എടുക്കുകയാണ്. എന്നിട്ട് കവറിൻ്റെ ഉള്ളിൽ നിന്നൊരു ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ നിറയെ കുപ്പിവിളകൾ ഇട്ടോ, നല്ല ഭംഗിയുള്ള കുപ്പിവിളകൾ, ഒരു ബോക്സ് നിറയെ. അപ്പോൾ ഇത് ആരെങ്ങനെ കൊണ്ടുവച്ചേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വാതിലിൻ്റെ അവിടെ അശ്വിൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിന് കാണുമ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ. എന്നിട്ട് അത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ദൈവമേ കടൽ മിഠായിയാണോ എനിക്ക് ഈ വളകൾ വാങ്ങിച്ചു തന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്ന് അഞ്ജലി വരുന്ന കാണുമ്പോഴേക്കും വേഗം തന്നെ അത് കവറിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അഞ്ജലി ജ്യൂസൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ജ്യൂസ് ഇങ്ങനെ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇത് കുടിച്ചാൽ ശ്രുതിയുടെ ക്ഷീണമൊക്കെ മാറും എന്ന് പറയാണ്. പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാങ് ഓവർ, അതായത് അശ്വിൻ തനിക്ക് വളകൾ മേടിച്ചു തന്നു എന്നുള്ളൊരു ഹാങ് ഓവറൊന്നും മാറിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ജ്യൂസ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തല കറങ്ങി ഇങ്ങനെ വീഴാൻ പോകുമ്പോഴത്തേനും അഞ്ജലി ജ്യൂസ് കയ്യിൽ വാങ്ങൂട്ടോ. എന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ശ്രുതി കട്ടിലിൽ നിന്ന് വീഴൂട്ടോ, തല കറങ്ങി വീഴാണ്. അപ്പോഴേക്കും അഞ്ജലി ആകെ പേടിക്കും, ശ്രുതി എന്നിങ്ങനെ വിളിക്കൂട്ടോ. ശ്രുതി മിണ്ടാതെ ഇങ്ങനെ തല കറങ്ങി കിടക്കുകയാണ്. അപ്പോഴേക്കും ശ്യാമേട്ടാന്ന് വിളിക്കുന്നുണ്ട് അഞ്ജലി. ഇതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.